നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചൊവ്വയുടെ രാശിമാറ്റ ഫലമാണ് അവതരിപ്പിക്കുന്നത്. ചൊവ്വ ഇപ്പോൾ കർക്കിടകം രാശിയിലാണ്. കർക്കിടകം രാശിയിലേക്ക് പ്രതിലോമമായി സഞ്ചരിച്ച്, അതായത് വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ട് മിഥുനം രാശിയിലേക്ക് തിരികെ എത്തുകയാണ്. മിഥുനം രാശിയിൽ ചൊവ്വ നിന്നാലുള്ള ഫലത്തെയാണ് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. 2025 ജനുവരി മാസം 21 തീയതി കാലത്ത് 10:05 ചൊവ്വ മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും ചൊവ്വയുടെ സംക്രമ ഫലത്തെ നമുക്കൊന്ന് പ്രത്യേകം പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനം രാശി മൂന്നാമത്തെ രാശിയാണ്. ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാലുള്ള ഫലത്തെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് സ്വർണം മുതലായ ധാതു വസ്തുക്കളുടെ ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഇല്ലാതായി തീരുന്നതാണ്. ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ്. അടുത്തത് നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയുടെ 2-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ അഗ്നിഭയവും ശത്രുപീഡയും മനപ്പീഡയ്ക്കും ദുഃഖം, രോഗം, ശരീരക്ഷതം ഇവ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഇവയൊക്കെ ഫലമായിട്ട് പറയണം. അടുത്ത നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശരീരക്ഷതവും കാര്യഹാനിയുമാണ് ഫലമായി പറയേണ്ടത്. ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റം മൂലമുള്ള ഫലത്തെ നോക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 12-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ദുർവ്യയങ്ങളും, ചൂട്, രക്തകോപം, നേത്രരോഗം ഇവയൊക്കെ ഫലമായി പറയണം. അടുത്ത നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 11-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമാധികാരി എന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും. നേതൃസ്ഥാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 10-ാമത്തെ രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ധനലാഭത്തിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയുടെ 9-ാമത്തെ രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗങ്ങൾ, കാര്യഹാനി എന്നിവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയുടെ 8-ാം രാശിയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒടുവ്, ചതവ് മുതലായ കാരണങ്ങളാൽ രക്തകോപം, രോഗങ്ങൾ, മാനഹാനി, മനക്ലേശം ഇവയൊക്കെ ഫലമായി പറയണം. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം രാശിയിലേക്കാണ് എത്തുന്നത്. ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാലുള്ള ഫലത്തെ നോക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ണിനും ഉദരത്തിനും ഒക്കെ രോഗസാധ്യതയും പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയുടെ 6-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെമ്പ്, സ്വർണം തുടങ്ങി ധാതുദ്രവ്യങ്ങളുടെയൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കലഹം, ഭയം, ശത്രുക്കളുടെ ഉപദ്രവങ്ങളും അവരോട് പിണക്കവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2-ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ജന്മരാശിയുടെ 5-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുഭയം ഉണ്ടാകാം, സന്താനങ്ങൾ നിമിത്തം ദുഃഖമുണ്ടാകാം, കൂടാതെ രോഗഭയം ഫലമായി പറയണം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റ ഫലം നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ 4-ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ദുർജന സംസർഗവും, ഉദര രോഗവും, പനി തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളും രക്തസ്രാവവും ഒക്കെ ഫലമായി പറയണം. 12 രാശിക്കൂറുകാരുടെയും ചൊവ്വയുടെ കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റ ഫലമാണ് പറഞ്ഞത്. ഇത് ചൊവ്വയുടെ മാത്രം രാശിമാറ്റ ഫലമാണ്. മറ്റു ഗ്രഹങ്ങളുടെയും രാശിസ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ചേർത്ത് വെച്ചു വേണം
ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ വിലയിരുത്താൻ. ചൊവ്വയുടെ രാശിമാറ്റം ഓരോ വ്യക്തികൾക്കും എന്തെല്ലാം ഫലങ്ങളെ ചെയ്യും എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ദോഷങ്ങളുള്ളവർ അറിഞ്ഞിരുന്നുകൊണ്ട് അതിന് കരുതലെടുക്കുക. ദേവീക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക, പ്രാർത്ഥന നടത്തുക. അങ്ങനെ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.